നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലരും പലതരത്തിലുള്ള നിരീക്ഷണങ്ങൾ പങ്കുവച്ചിരുന്നു, വിമർശനങ്ങൾ പങ്കുവച്ചിരുന്നു, പ്രതികൾക്കെതിരെ ശക്തമായി തന്നെ പ്രതികരിച്ചിരുന്നു. പക്ഷേ ഈ SFIയുടെ ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷി, അവരുടെ ക്രൂര പീഡനം മൂലം കുടുംബജീവിതം പോലും നഷ്ടപ്പെട്ട ഒരു പ്രമുഖ വ്യക്തിത്വം, അദ്ദേഹം തന്നെ അത് തുറന്നു പറയുകയാണ്. KSU നേതാവായിരുന്ന കാലത്ത് SFIയുടെ ക്രൂരമായ പീഡനത്തിനിരയായി ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷി കൂടിയാണ് താനെന്നാണ് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ഈ ക്രൂരാനുഭവം തനിക്ക് നേരിടേണ്ടി വന്നതെന്നും കോളേജിൻ്റെ 2ാം നിലയിൽ നിന്നും SFIക്കാർ തന്നെ താഴേക്ക് വലിച്ചെറിഞ്ഞുവെന്നും അതിനെ തുടർന്ന് നട്ടെല്ലിനും സുഷുമ്നാകാണ്ഡത്തിനും ഗുരുതരമായി ക്ഷതമേറ്റുവെന്നുമാണ് അദ്ദേഹം പറയുന്നത്. അതിനാൽ തൻ്റെ കുടുംബജീവിതത്തെ പോലും അത് സാരമായി ബാധിച്ചു, കുടുംബജീവിതം പോലും ത്യജിക്കേണ്ടി വന്നു എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നു. അന്നത്തെ ആ അപകടത്തെ തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം തനിക്ക് കുടുംബജീവിതം നഷ്ടപ്പെട്ടുവെന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അദ്ദേഹം തുറന്നു പറയുന്നത്. സിദ്ധാർത്ഥിനെ ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ചെറിയാൻ ഫിലിപ്പ് ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ പ്രതികരിച്ചിരിക്കുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: 70കളിൽ KSU നേതാവായിരുന്നപ്പോൾ SFIയുടെ ക്രൂരമായ പീഡനത്തിന് നിരന്തരം ഇരയായ ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ഞാൻ. യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോഴാണ് കോളേജിൻ്റെ 2ാം നിലയിൽ നിന്നും SFIക്കാർ തന്നെ താഴേക്ക് വലിച്ചെറിഞ്ഞത്. നട്ടലിനും സുഷുമ്നാകാണ്ഡത്തിനും ഗുരുതരമായി ക്ഷതമുണ്ടായതിനെ തുടർന്ന് അരയ്ക്കു താഴെ നാഡീവ്യവസ്ഥയ്ക്കും കാലുകളിലെ പേശീവ്യൂഹത്തിനും ക്രമേണ ബലക്ഷയമുണ്ടായി. അതുകൊണ്ടാണ് കുടുംബജീവിതം ഒഴിവാക്കേണ്ടി വന്നത്. വർഷങ്ങളിലെ തുടർച്ചയായ അലോപ്പതി, ആയുർവേദ, അക്യുപഞ്ചർ ചികിത്സ കൊണ്ടാണ് ഇത്രയും നാൾ പിടിച്ചു നിന്നത്. വർഷങ്ങളായി വേഗത്തിൽ നടക്കാനോ ചവിട്ടുപടികൾ കയറാനോ പ്രയാസമാണ്. ശാരീരിക അവശതകളുടെ കടുത്ത വേദന പേറുമ്പോഴും മനഃശക്തി കൊണ്ടാണ് പൊതുജീവിതത്തിൽ സജീവമായി ഇപ്പോഴും നിലനിൽക്കുന്നത്. എന്നെ പീഡിപ്പിച്ച പലരും ഇന്നും ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അവരോട് ഒരിക്കലും പകയോ വിദ്വേഷമോ പുലർത്തിയിട്ടില്ല. എന്നോട് ക്ഷമ ചോദിച്ച പലരും ഇന്ന് എൻ്റെ ഉറ്റ സുഹൃത്തുക്കളാണ്. സിദ്ധാർത്ഥിൻ്റെ ജീവിതം അപഹരിച്ച ക്രൂരത കണ്ടപ്പോൾ SFIയുടെ പഴയ കിരാത വാഴ്ച ഓർമ്മിച്ചു എന്ന് മാത്രമാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.